നിങ്ങൾ അപ്ഡേഷൻ കോഴ്സ് ഒന്നും കഴിയാത്ത ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിപ്പ് തരാം. ഐഫോണിൽ എപ്പോഴും ടെക്നീഷ്യൻസ് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് 3 മിനിറ്റ് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ അത് എന്ത് കാരണം കൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം പറയാം. എന്നിട്ട് ഓരോന്നിന്റെയും 1 by 1 ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ഓരോരോ വീഡിയോസിലായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. റീസ്റ്റാർട്ടുള്ള ഫോണിന്റെ സെറ്റിംഗ്സിൽ നിന്ന് പോവാം. കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള സംഭവം കാണാൻ പറ്റും. അതിൽ ഒന്നും കൂടി താഴേക്ക് പോയിട്ട് അനലിറ്റിക്സ് ആൻഡ് ഇംപ്രൂവ്മെന്റ്സ്, അതിൽ അനലിറ്റിക് ഡാറ്റ എന്തുകൊണ്ടാണ് റീസ്റ്റാർട്ട് ആകുന്നത് ഒരു ലോഗ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. പാനിക് ഫുൾ എന്നായിരിക്കും അതിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവുക. അതെന്നാണ് എന്നുള്ളത് നോക്കണം. അപ്പോൾ ഒരുപാട് പ്രാവശ്യം റീസ്റ്റാർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതില് പാനിക് സ്ട്രിങ് എന്നെഴുതിയ ഭാഗം മുതലുള്ള ഡാറ്റ നമ്മളൊന്ന് അതിൽ യൂസർ സ്പേസ് വാച്ച് ഡോഗ് എന്നുള്ള സംഭവം വരും. അങ്ങനെ വരുന്നതിൽ മൈക്ക് ഉണ്ടാവും, പിന്നെ TP1 മൈക്ക് 4 ഏതെങ്കിലും ഒരുപാട് കംപ്ലൈന്റുകൾ അങ്ങനെ വരാറുണ്ട്. ഇതിൽ ഈ പ്രാവശ്യം നമ്മൾ പറയാൻ പോകുന്നത് PRS0 എന്ന് പറയുന്ന രീതിയിൽ ഒരു കംപ്ലൈന്റ് വന്നാൽ മിസ്സിംഗ് സെൻസർ എന്ന് പറഞ്ഞ ശേഷം PRS0 ഇവിടെ ഈ മൈക്ക് 2 എന്നതിന് പകരം PRS0 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അതിന് നമുക്ക് കുറച്ച് ടിപ്സ് ഉണ്ട്. കുറെ പേര് അറിയുന്ന ആളുകൾ ഉണ്ടാവും. അത് ചാർജിങ് സ്ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ചാർജിങ് സ്ട്രിപ്പ് മാറ്റി കഴിഞ്ഞാൽ ഒരുവിധം അത് ശരിയാവാറുണ്ട്. പക്ഷെ അത് ആക്ച്വൽ കംപ്ലൈന്റ് ഈ ഒരൊറ്റ കമ്പോണന്റിന്റെ കാരണം കൊണ്ടാണ് ആ കംപ്ലൈന്റ് വരുന്നത്. നമ്മൾ ഈ ഹോൾ ചാർജിങ് സ്ട്രിപ്പ് മാറ്റേണ്ട ആവശ്യമില്ല. അതിന് പകരം ഈ ഒരൊറ്റ കമ്പോണന്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം പരിഹരിക്കാൻ പറ്റും. ചാർജിങ് സ്ട്രിപ്പ് മാറ്റുക എന്നുള്ളതാണ് ടെക്നീഷ്യന്മാർ ചെയ്തു വരുന്ന ഒരു പരിപാടി. പക്ഷെ ഇത് നമുക്ക് ചാർജിങ് സ്ട്രിപ്പ് മാറ്റാതെ സിമ്പിൾ ആയിട്ട് തന്നെ പരിഹരിക്കാൻ പറ്റും. ഈ വീഡിയോ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ഏറ്റവും സേഫ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത്, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഈസി മെത്തേഡ് അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. ഇറ്റ്സ് മീ ഫിക്സർ ബ്രോ ഫ്രം ന്യൂട്ടൺ.